മഴയെക്കുറിച്ച് കണ്ണുന്ന മഴ വന്നാൽ ഇടവം പണി വന്നാൽ ഇടവം 15 പിടിച്ചെന്ന് പറഞ്ഞാൽ ഇടനം കർക്കിടകം കംപ്ലീറ്റ് മഴയായിരിക്കും. അതായത് ഇപ്പോൾ ഈ ഒരാഴ്ച പെയ്ത പോലെ കംപ്ലീറ്റ് മഴയായിരിക്കും. ഒരു ദിവസം പോലും നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാതെ കഴിയില്ല. അപ്പോഴും ആ ജനങ്ങൾ അങ്ങനെ സഹകരിച്ച് ഇന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, സാഹചര്യങ്ങൾ മാറി. പിന്നെ ടൂ വീലറുകളെ കുറിച്ച് ചൂടിപ്പോൾ എല്ലാ ആൾക്കാർക്കും കുറേ ആൾക്കാർക്ക് കൊപ്പളം ചോരൊക്കെ പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയും മഴ പെയ്താൽ മതി എന്നുള്ളതനുസരിച്ച് എനിക്കടക്കാം ചോരൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അത്രയും ചൂട് ജാസ്തി 40-അടുത്തായല്ലോ. കാരണം അതിൻ്റെ ആഹാരങ്ങൾ നമുക്കിപ്പോൾ അങ്ങനെ കിട്ടുന്നു. പണ്ടത്തെ ആഹാരങ്ങളെല്ലാം ഇപ്പോൾ കഴിക്കുന്നത് ഇപ്പോൾ കംപ്ലീറ്റ് കെമിക്കലും ആക്കണം പകടമായി പൊറോട്ട അങ്ങനത്തെ ഒക്കെ. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അത് സൂട്ടബിളാവില്ല. ഈ വേണ്ടി ചൂട് ചെയ്യുന്ന ജോലി അങ്ങനെ പല പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ അസുഖങ്ങൾ കിട്ടുന്നത്. വേറെ നാച്ചുറലായിട്ട് വരുന്നതല്ലാതെ. പിന്നെ നമ്മൾ കൊതുകുതിരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഏത് കമ്പനിയുടെ എന്താണത്? ബ്രൗണും പച്ചയും പറഞ്ഞില്ലേ? പച്ച എന്ന് പറയുന്നത് അത് കാണിക്കും. പച്ച മാക്ടോ ഇത് വന്നിട്ട് നമ്മുടെ ഹാർട്ടിലേക്ക് കൂടുതൽ ബാധിക്കില്ല എന്നുള്ളതാണ്. അത് ശരിയാണത്. പക്ഷെ ഒരു ബ്രൗൺ കളറുണ്ട്, അത് ഹാർട്ടിനെയും ലങ്സിനൊക്കെ ബാധിക്കും. ഹാർഡ് പവറാണ്. അത് നമുക്ക് കുറേ നേരം അങ്ങനെ ഒരു സിംഗിൾ റൂമിൽ അത് കുത്തിവെച്ചിട്ട് നമ്മൾ വാരക്കാലത്തിലൂടെ നമുക്ക് ശ്വാസവാസം പ്രയാസം തോന്നും. ഇപ്പോഴത്തെ ടൂ വീലർ പിള്ളേരെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയാം? ടൂ വീലർ പിള്ളേരെ പറഞ്ഞാൽ ടൂ വീലർ പിള്ളേർ അതന്നെ അപ്പോഴേ പറഞ്ഞില്ലേ, അവരിൻ്റെ ഈ ഓരോരോ പിന്നെ വെപ്രാളങ്ങളും ബേജാറുകളും ഒക്കെ ആയിരിക്കും അവർ രാത്രിയിൽ കാണിക്കുന്നത്. അവർക്ക് രാത്രി പകല് പിന്നെ ജനങ്ങൾ പോകുക എങ്ങനെയാണ് ഏതാണെന്നുള്ളത് ഒന്നും ചിന്തിക്കുന്നില്ല. അവരുടെ കാര്യം അവർക്ക് അത്രയും വേഗതയിൽ എത്തുക എന്നുള്ള ഒരു അറ്റൻഡ് ചെയ്യുക, ആരിനെ മീറ്റ് ചെയ്യണം അവർ മീറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അത്രയും ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ അത്രയും